അങ്ങനെ വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയാണ് കേക്ക് മുറിച്ചത്. 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോയായിരുന്നു. ഇത് എല്ലാവർക്കിടെയും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ പുറത്താണ് പോയി ഭക്ഷണം കഴിക്കാറ്. വീട്ടിലങ്ങനെ നമ്മളൊന്നും ചെയ്യാറില്ല. രാത്രിയിലല്ലേ പറ്റുള്ളൂ നമുക്ക് പുറത്ത് പോകാൻ. പകലൊക്കെ പിള്ളേർ ഓഫീസിലൊക്കെ പോകുമല്ലോ. അതുകൊണ്ട് ഈ ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറി ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ പുറത്ത് പോയി കഴിക്കാറ് പതിവ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇച്ചിക്കൂടനപ്പോൾ ഉറക്കത്തിലായിരുന്നു. റെസ്റ്റോറൻറ്റിൻ്റെ വാതിക്കൽ ഓരോ സ്ഥലത്ത് ഞങ്ങൾ നിർത്തി പോയി. നമ്മൾ നോക്കാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് എവിടെ കയറണമെന്ന് ഒരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഇവിടെ എത്തി. ഇവിടെ കയറി കഴിഞ്ഞപ്പോഴേക്കും ഇച്ചിക്കൂട്ടിന് ഉറക്കമായിരുന്നു. ജ്യൂസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇച്ചിക്കൂട്ടൻ എഴുന്നേറ്റ് നല്ല ആക്റ്റീവായി. ഒരു പ്ലേറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ച് 10-15 മിനിറ്റ് കഴിഞ്ഞൊക്കെയാണ് ഇവർ നമുക്ക് കൊണ്ട് തന്നത്. അപ്പോഴും ഇച്ചിക്കൂട്ടൻ ഇതെന്താ കൊണ്ടുവരാത്തതെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതൊക്കെ എല്ലാം ഞങ്ങളൊക്കെ കഴിച്ച്. ഞാനാണ് ചപ്പാത്തി കഴിക്കുള്ളൂ, വേറെ ഒന്നും കഴിക്കാറില്ല. എവിടെ പോയാലും ചപ്പാത്തി, അങ്ങനെ റൈസ്, അങ്ങനെ ബിരിയാണി ഒന്നും ഞാൻ മേടിച്ച് കഴിക്കാറില്ല. പിള്ളേരൊക്കെ കഴിക്കും. അങ്ങനെ ഞങ്ങളൊരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പോകുന്നപ്പോൾ റോഡൊക്കെ ശൂന്യമാകാൻ തുടങ്ങി. രാത്രിയായി ഞങ്ങൾ പോകുന്നപ്പോഴത്തേക്കും. അങ്ങനെ വീടെത്തി ഞങ്ങൾ എല്ലാവരും.